ആർക്കായാലും കുറച്ചൊക്കെ ഒരു ബോധം വേണ്ടേ? ഇത് കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇല്ലാത്തൊരു, കുഞ്ഞു കുട്ടികൾക്ക് മാതൃകയാവേണ്ടതല്ലേ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ കുട്ടികൾ കഴിക്കും, കുട്ടികൾക്ക് വേണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കില്ല. സ്വന്തം വീട്ടിലെ ഒരു കുട്ടി, അനിയനോ അല്ലെങ്കിൽ ആരെങ്കിലും ആവട്ടെ, സ്വന്തം വീട്ടിലൊരു കുട്ടി ഇങ്ങനെ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയോ? സ്വന്തം ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറയോ? നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നീ ഉപയോഗിച്ചോ, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, വേണമെങ്കിൽ തന്നാവാം, വേണമെങ്കിൽ തന്നാവണ്ട എന്ന് പറയോ? ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ പേരൊക്കെ കണ്ടു, കുറേ പേര് കമൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് താങ്ക് യു കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യാൻ പോണ വീഡിയോ എന്താ പറയുക, നമ്മളെ അനുമോളില്ലേ, അനുമോള് സ്റ്റാർ മാജിക്കിലും കുറച്ച് സീരിയലിലൊക്കെ അഭിനയിക്കുന്ന അനുമോള് സാധാരണ എപ്പോഴും ഈ അനുമോളൊക്കെ എന്ത് ഫംഗ്ഷന് പോയാലും എപ്പോൾ പുറത്ത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും വരുമ്പോൾ കുറേ പേര് മൈക്ക് കൊണ്ട് ചെല്ലും, എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് അനുമോൾ എന്തെങ്കിലുമൊക്കെ മറുപടി പറയും. ഇത് സ്ഥിരമായിട്ടുണ്ടാവുന്ന കാര്യം തന്നെയാണ്. അതിനായിട്ട് കുറേ ആൾക്കാരും ഉണ്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഒരു അനുമോളുടെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ അനുമോള് പറയണ കേട്ടപ്പോൾ അയ്യോ തോന്നിപ്പോയി. എനിക്ക് മാത്രമല്ല, കേട്ട എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. ഒന്ന് കേൾപ്പിക്കാട്ടോ. ചേച്ചി മറ്റേ വേടന്റെ ന്യൂസ് എന്തെങ്കിലും കേട്ടിരുന്നു? വേടന്റെ ന്യൂസ് കേട്ടായിരുന്നോ? അപ്പൊ ആളെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ലോ? നിങ്ങൾ ആരും കൂടെ? ഞങ്ങള് വേടൻ. ഞാനും വേടൻ. അത്രേ ഉള്ളൂ. അല്ല, ആള് ലഹരിയൊക്കെ ഉപയോഗിക്കണേ. അപ്പൊ അത് അവരുടെ ഇഷ്ടമല്ലേ ലഹരി ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത്? അതെന്താ ഈ പറയുന്നത്? ലഹരി ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത് അയാളുടെ ഇഷ്ടമല്ലേന്ന്. അത് ശരിക്കും ഞെട്ടിപ്പോയി. ഒരു വിവരം ഇല്ലാഞ്ഞിട്ടാണോ അതോ പൊട്ടത്തരം? എന്താ അങ്ങനെ പറയണേ? തീരെ വിവരമില്ല തോന്നിപ്പോയി. കാരണം ഇതിപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം ലഹരി ഉപയോഗിക്കാൻ പാടില്ല. എല്ലാ സ്കൂളിലും പഠിപ്പിക്കുന്നുണ്ട്, എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്, പാരൻസും പഠിപ്പിക്കുന്നുണ്ട്. ഞാനൊക്കെ എൻ്റെ മോനോട് ഒക്കെ പറയാറ്, എന്തെങ്കിലും ആരെങ്കിലും തന്നാൽ വാങ്ങി കഴിക്കരുത്, സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലും തന്നാൽ വാങ്ങി കഴിക്കരുത്, സ്കൂളിൽ തന്നെ കുട്ടികൾ തമ്മിൽ ഷെയർ ചെയ്താലും ചില കാര്യങ്ങളൊന്നും കഴിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കാറ്. ഇങ്ങനെ മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം ലഹരിക്കെതിരെയാണ് കേരളത്തിൽ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടെന്ന് അറിയോ ഈ ലഹരിക്കെതിരെ. അതുപോലെ 24 ന്യൂസൊക്കെ അതിന് വേണ്ടി നടക്കല്ലേ. എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഇതിപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ അറിയണ കാര്യം. അനുമോള് ഒരു സെലിബ്രിറ്റി അല്ലേ, ഒരു സമൂഹത്തിനോട് കുറച്ചൊക്കെ ഒരു ബാധ്യതയില്ലേ? ഇങ്ങനത്തെ ഒരു പൊട്ടത്തരം പറയാൻ പാടുമോ? സാധാരണ അനുമോളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പൊട്ടത്തരങ്ങൾ കാണിക്കും, സ്റ്റാർ മാജിക്കിൽ കാണിക്കും. അതൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്, എനിക്കും ഇഷ്ടപ്പെടാറുണ്ട്. ചില ആൾക്കാർ ക്യൂട്ട്നെസ് കാണിക്കാൻ വേണ്ടി പൊട്ടത്തരം കാണിക്കുന്ന പോലെ നല്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടറായി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. തീരെ വിവരമില്ലാത്ത പോലെ തോന്നിപ്പോയി. ശരിക്കും പറയുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് ശരിക്കും കുറച്ചൊക്കെ, ആർക്കായാലും കുറച്ചൊക്കെ ഒരു ബോധം വേണ്ടേ? ഇത് കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇല്ലാത്തൊരു, കുഞ്ഞു കുട്ടികൾക്ക് പോലും ഉള്ള അറിവ് പോലും ഇല്ലാത്തൊരു അവസ്ഥയായി തോന്നിയിട്ടോ. കാരണം അതെനിക്ക് തോന്നുന്നു ചോദിക്കുന്ന ആളും ഒന്ന് ഞെട്ടി. അയാൾ വിചാരിച്ചിട്ടില്ല വേടനെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറയും. പിന്നെ ലഹരി വെക്കുന്നത് ഇങ്ങനെ പറഞ്ഞാൽ പോലെ, ആ ലഹരി തെറ്റന്നെയാണ്, അത് വേടൻ ചെയ്തു, അതിൽ വേടൻ തിരുത്തുകയാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞാൽ മതി. അതല്ലാണ്ട് അത് അവരുടെ ഇഷ്ടമല്ലേ എന്ന്. ഇത് ലഹരി എന്ന് പറയുന്ന സംഭവം കയ്യിൽ വെക്കാൻ പാടാത്തൊരു സാധനമാണ്. അത് അത്രയും പ്രശ്നമുള്ള ഒരു സംഭവമാണ്. ജയിലിൽ കിടക്കാൻ ഒരാൾക്ക് എന്നുള്ള അവസ്ഥ ഉള്ള ഒരു സംഭവമാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. എന്നിട്ട് ഈ കുട്ടി പറയാണ് അത് അയാളുടെ ഇഷ്ടമല്ലേ, അയാളുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. നമ്മളെന്തിനാ നോക്കണേ? ലഹരി ഉപയോഗിക്കുന്നതോ? അവരുടെ ഇഷ്ടമല്ലേ അതൊക്കെ, അത് അവരുടെ വേണമെങ്കിൽ ചെയ്തോട്ടെ. ഒരുപാട് പേര് സമൂഹത്തിൽ മാതൃകയാക്കുന്ന ഒരാളല്ലേ. വേണ്ടത് ഒരുപാട് പിള്ളേരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ആളെ. പിള്ളേർക്ക് ഇപ്പൊ നമ്മളൊരാളെ നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കത്തില്ലല്ലോ. പിള്ളേർക്ക് ആഗ്രഹം പിള്ളേർ കഴിക്കും, പുള്ളിക്കാരന് ആഗ്രഹം പുള്ളി കഴിക്കും. അത്ര തന്നെ. നമുക്ക് നന്നാവണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നാവാം അല്ലേ? അത്രേ ഉള്ളൂ. തന്നെ പറയുന്നുണ്ട് ഇനിയൊരു നല്ല മനുഷ്യനാവാൻ ശ്രമിക്കണം. പുള്ളി അല്ലെങ്കിൽ നല്ല മനുഷ്യനായിരിക്കും. എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് എഡ്യൂക്കേഷൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചൊക്കെ ഒരു വിവരം വേണം. കാരണം ഇപ്പം ഈ പറഞ്ഞതൊക്കെ ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്. കുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുട്ടികളെ വഴി തെറ്റിക്കില്ലേ, കുട്ടികൾക്ക് മാതൃകയാവേണ്ടതല്ലേ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ കുട്ടികൾ കഴിക്കും, കുട്ടികൾക്ക് വേണമെങ്കിൽ കുട്ടികൾ കഴിക്കില്ല. അങ്ങനെയൊന്നല്ല. നമ്മൾ ഇതിനൊക്കെ കുറിച്ചിട്ടൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കേരളത്തിൽ ഇത്രയും അധികം ബുദ്ധിമുട്ടി ഓരോ കാര്യങ്ങളും ഓരോ പ്രോഗ്രാമും ഓരോ സ്ഥലത്തും സംഘടിപ്പിക്കുന്നതും സ്കൂളിലൊക്കെ ഇതിനെക്കുറിച്ച് ക്ലാസ് വെക്കുന്നതും പാരൻസ് അതിന് അവെയറായിട്ട് പാരൻസ് അതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരുപാട് പറഞ്ഞു
പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 24 ന്യൂസ് തന്നെ പിന്നെ അവർ ശ്രീകണ്ഠൻ സാറും അവരവരൊക്കെ എത്ര സ്ഥലത്താ വന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, എത്ര ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലാണ്ട് അവരിഷ്ടം പോലെ ചെയ്തോട്ടേ പറഞ്ഞ് നമ്മളെ സമൂഹത്തിലെ കുട്ടികളെ ഇറക്കി വിടാൻ പറ്റില്ല. അനുവിന് എന്താ ബോധം ഇല്ലാത്തത് എനിക്കറിയില്ല. പൊട്ടത്തിലൊക്കെ ആവാം, പക്ഷെ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സീരിയസ് ആവാൻ തോന്നുന്നു. അതും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ പോലെയല്ല, നമ്മുടെ പോലെ സാധാരണക്കാരും അല്ല. ഇവരൊക്കെ സെലിബ്രിറ്റീസാണ്. ഇവർക്കൊക്കെ കുറച്ചും കൂടി സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ബോധം വേണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൈക്ക് കൊണ്ടുവരുമ്പോൾ അത് അവോയ്ഡ് ചെയ്യുക, മൈൻഡ് ചെയ്യില്ല, ഭയങ്കര ജാടയെന്ന് വിചാരിക്കും, അത്രയല്ലേ ഉള്ളൂ. അത് അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇതൊന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടത്തരം പറയുക, ഇതൊരു വല്ലാത്ത പൊട്ടത്തരായി പോയി. പിന്നെ ഒരൊറ്റ കാര്യം ഞാൻ അനുമോളോട് ചോദിക്കുകയാണ് കേട്ടോ. അതായത് സ്വന്തം വീട്ടിൽ ഒരു കുട്ടി, അനിയനോ അല്ലെങ്കിൽ ആരെങ്കിലും ആവട്ടെ, സ്വന്തം വീട്ടിലൊരു കുട്ടി ഇങ്ങനെ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയുമോ? സ്വന്തം ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറയുമോ? നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നീ ഉപയോഗിച്ചോ, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, വേണമെങ്കിൽ നന്നാവാം, വേണമെങ്കിൽ നന്നാവണ്ട എന്ന് പറയുമോ? ഇതൊരു ക്വസ്റ്റ്യൻ മാത്രമാണ് എനിക്ക് തോന്നി. ഞാൻ ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയ കാര്യമാണ് അത് യോജിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പറയണത്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനെന്ന് വെച്ചാൽ വേടന്റെ കാര്യം. വേടൻ സത്യത്തിൽ ലഹരി ഉപയോഗിച്ച് തെറ്റായിരുന്നു. വേടനെ എനിക്കും ഇഷ്ടമാണ് എല്ലാവരെയും പോലെ തന്നെ. പക്ഷെ വേടന്റെ കയ്യിൽ ലഹരി ഉണ്ടായിരുന്നത് ശരിക്കും തെറ്റായിരുന്നു. പക്ഷെ വേടൻ അത് തെറ്റ് തിരുത്തി എന്ന് വേടൻ പറഞ്ഞു. ഇനി ഏറ്റവും വലിയ ലോകത്തിൽ എനിക്ക് തോന്നുന്നു കേട്ടോ, ചെറിയ കുട്ടിയെ മുതൽ കേട്ട കാര്യമാണ്, നമ്മുടെ തെറ്റ് മനസ്സിലാക്കി നമ്മൾ തിരുത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് വേടൻ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല കാര്യം. ഇനി ഉയരങ്ങളിൽ എത്താൻ സാധിക്കും വേടന്. അത്രയേ ഉള്ളൂ. ഇത്രയുള്ള വീഡിയോ. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം കൂടി, നമ്മളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും, കാണുന്ന ആരായാലും വിചാരിക്കുക നമ്മൾ ഒരു അനുമോളാവണ്ട. ഇതിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ടായിക്കോട്ടെ. അവനവൻ്റെ വീട്ടിൽ മക്കളൊക്കെ കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോടും, അനിയന്മാരുണ്ടെങ്കിൽ അനിയന്മാരോടും, ഇനി ഒന്നും വേണ്ട ആരോടാണെങ്കിലും ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് ചെറുപ്പം മുതലേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു പൊട്ടത്തരം ഒരു കുട്ടിയും നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയും വിചാരിക്കരുത്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. ഇനി എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.